Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. നമ്മൾ എവിടെ വരെ എടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പറഞ്ഞോ? ഡിസാസ്റ്റർ ഫേസില് അറിയിക്കാം. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ പറഞ്ഞല്ലേ, ഇവിടെ തുടങ്ങി എടുക്കണം അല്ലെ? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പ്ലാനിംഗ് ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്, സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. Training for preparedness should include അത് ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഏതൊക്കെ പ്രത്യേക വിഭാഗങ്ങളിലായിരിക്കാം പ്രത്യേകമായിട്ടൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടത്, എങ്ങനെയുള്ളവരെ ആയിരിക്കണം ആ ഒരു ഹോസ്പിറ്റൽ ടൈമില്, എങ്ങനെ എന്തൊക്കെ പ്രിപ്പയർനെസ് വേണം നോക്കാം. ഫസ്റ്റ്, effective personal protection from falling debris. Effective personal protection from falling debris. എന്തായിരിക്കാം അത്? അതായത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പോ ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് ആളുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താണ്, ശരീരത്തിലെ ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്താണ് വലിയ വലിയ കഷ്ണം എന്താണ് റൂഫിന്റെ ഇതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കാം, നന്നായിട്ട് അപകടം പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നോട് പറയുമ്പോൾ എന്തായിരിക്കും, വീഴുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ഫലപ്രദമായിട്ട് വ്യക്തിഗത സംരക്ഷണം. അതായത് അങ്ങനെയുള്ള ഇഞ്ചുറീസ് വന്ന പേഷ്യൻസിന് എന്തായിരിക്കണം, നല്ല രീതിയിലായിരിക്കണം അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും, പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ എർത്ത് കേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബിൽഡിങ്സ് ഒക്കെ മേത്ത് വീണ ആൾക്കാരുണ്ടായിരിക്കും അല്ലെ, റൂഫ് അതുപോലെ തന്നെ അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ വീണ പേഷ്യൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എഫക്റ്റീവ് ആയിട്ട് പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്, അങ്ങനെയുള്ളവർക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, സ്റ്റാഫുകൾ നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുഡഡ്. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുഡഡ് എന്താണ്, പരിക്കേറ്റവരെ ഉടനടി തന്നെ രക്ഷപ്പെടുത്തണം. അത് പരിക്കേറ്റവരെ ഉടനടി തന്നെ രക്ഷപ്പെടുത്തുക. ട്രയേജ് ഓഫ് ദ വുഡഡ്. ട്രയേജ് ഓഫ് ദ വുഡഡ് എന്താണ്, പരിക്കേറ്റവരെ എത്രയും പെട്ടെന്നുള്ള ചികിത്സ അല്ലെ, പരിക്കേറ്റവരെ എത്രയും പെട്ടെന്നുള്ള ചികിത്സ. ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്നുള്ള ചികിത്സ ആൻഡ് resuscitation and first aid for injured victims. Resuscitation and first aid for injured victims എന്താണ്, പരിക്കേറ്റവർക്ക് പുനരുത്തേജനവും അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് എയ്ഡും കൊടുക്കുക, എന്താണ് പ്രാഥമിക ശുശ്രൂഷ നൽകുക. പരിക്കേറ്റവർക്ക് എന്താണ് പുനരുജ്ജീവനവും അതുപോലെ തന്നെ എന്താണ് റിസസിക്കേഷനും അതുപോലെ ഫസ്റ്റ് എയ്ഡും കൊടുക്കുക. ഇഞ്ചേർഡ് ആയിട്ടുള്ള വിക്ടിംസിന് ഫസ്റ്റ് എയ്ഡും പുനരുജ്ജീവനവും കൊടുക്കുക. Then preposition of
ട്രയേജ് എന്ന് പറഞ്ഞാൽ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസുകൾ നമ്മൾ സോർട്ട് ചെയ്യൂലേ പേഷ്യൻസിനെ ഇങ്ങനെ, എന്താ പറയാ, ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജസ്, നോൺ ക്രിട്ടിക്കൽ കേസ് ഉള്ള ആൾക്കാർ, അങ്ങനെ അങ്ങനെ പലതരത്തിൽ ഡിവൈഡ് ചെയ്തിരുന്നു പേഷ്യൻസിനെ അതിൽ നിന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ പരിക്കേറ്റവരെ, ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റവരെ സോർട്ട് ചെയ്തെടുക്കുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രയേജ് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രിപ്പോസിഷൻ ഓഫ് റിലീഫ് സപ്ലൈസ്, പ്രത്യേകമായിട്ട് ട്രയേജ് ഏരിയ ഉണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ സോർട്ട് ചെയ്തെടുക്കാനുള്ള ട്രയേജ് ഏരിയാസിൽ ഉണ്ട്. അതിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, ഇനി പ്രിപ്പോസിഷൻ ഓഫ് റിലീഫ് സപ്ലൈസ് എന്തൊക്കെയാണ്? സർജിക്കൽ എക്യുപ്മെന്റ്, എസെൻഷ്യൽ മെഡിസിൻസ് ആൻഡ് ബ്ലാങ്കറ്റ്സ്. അതായത് ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതലുകൾ. ഈ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് എന്താണ്, ഇത്തരത്തിലുള്ള സപ്ലൈസുകളും അവൈലബിൾ ആയിരിക്കണം. എന്തൊക്കെ സപ്ലൈസസ് ആണ്? സർജറിക്കൽ എക്യുപ്മെന്റ്സുകൾ അല്ലെ, സർജറിക്കൽ എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസുകൾ, ദെൻ ബ്ലാങ്കറ്റ്സുകൾ. പേഷ്യൻസിന് ബ്ലാങ്കറ്റ്സും മെഡിസിൻസും മറ്റ് എക്യുപ്മെന്റ്സുകളൊക്കെ ആവശ്യമായി വന്നേക്കാം. അപ്പൊ അതൊക്കെ എന്താണ്, അതിനുള്ള മുൻകരുതലുകൾ പ്രിപ്പോസിഷൻസ് എടുത്തിരിക്കണം. ഈ സപ്ലൈസുകൾ ആവശ്യാനുസരണം അവിടെ ഉണ്ടായിരിക്കണം. Then establishment of temporary water supplies. Establishment of temporary water supplies എന്താണ്? താൽക്കാലികമായിട്ടുള്ള ജലവിതരണം സ്ഥാപിക്കൽ. താൽക്കാലിക ജലവിതരണം സ്ഥാപിക്കൽ. Establishment of temporary water supply. Establishment of temporary water supplies. വെള്ളത്തിന്റെ ലഭ്യത ആവശ്യമായി വരുന്ന ഒരു സമയമാണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉള്ളപ്പോ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. Then allocation of responsibilities for different relief activities. Allocation of responsibilities for different relief activities. വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ചുമതലകൾ വിനിയോഗിക്കുക എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫറെന്റ് ആയിട്ടുള്ള റിലീഫ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും എന്താണ് റെസ്പോൺസിബിൾ ഉത്തരവാദിത്തങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രെയിനിങ് പ്രിപ്പയർനെസ് ആണ് ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഉൾപ്പെടുത്തേണ്ടത്? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫോളിംഗ് ഡിബേറ്റ്സ്. എന്തെങ്കിലും മുകളിൽ നിന്ന് വീണ അവശിഷ്ടങ്ങളൊക്കെ വീണ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കണം, അവർക്ക് വ്യക്തിഗതമായിട്ട് സംരക്ഷണം കൊടുക്കണം. പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. ഹൈലി ഇൻജേർഡ് ആയിരിക്കും അവര്, അപ്പൊ അവർക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വുണ്ടഡ്. പരിക്കേറ്റവർ എന്താണ്, പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓപ്പറേഷൻസുകൾ നടത്തുക. ദെൻ ട്രയേജ് ഓഫ് ദ വുണ്ടഡ്. ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെയൊക്കെ എന്താണ് ആദ്യമായത് അവർക്ക് കൊണ്ടുവന്നത്. അതിൽ നിന്നാണ് ഓരോ ക്രിട്ടിക്കലി ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആ ട്രയേജ് ഏരിയയിൽ വെച്ചിട്ടാണ്. ദെൻ അതിനനുസരിച്ച് അത്രയും അപകടം പറ്റാത്തവരെ എന്താണ് സോർട്ട് ചെയ്ത് മാറ്റും. ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉള്ളവരെ എന്താണ് ട്രയേജ് ഏരിയയിൽ വെച്ചിട്ടാണ് അവരെ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. Then resuscitation and first aid for injured victims. എന്താണ് പരിക്കേറ്റവർക്ക് പുനരുജ്ജീവനം അതുപോലെ തന്നെ പ്രാഥമിക ശുശ്രൂഷയും നൽകുക. Resuscitation and first aid for injured victims. Then prepositioning of relief supplies. ദുരിതാശ്വാസത്തിലേക്ക് ആവശ്യമായുള്ള സപ്ലൈസ് അല്ലേ, എന്തൊക്കെയായിരിക്കണം? സർജറിക്കൽ എക്യുപ്മെന്റ്, essential medicines, blankets, ഓക്കെ, എന്നിവയുടെയൊക്കെ സപ്ലൈസ് എന്നിവയുടെ മുൻകരുതൽ എടുത്തിരിക്കണം. എന്നിവ ആവശ്യാനുസരണം ലഭ്യമായിരിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്. എന്താണ്? താൽക്കാലികമായിട്ട് ജലവിതരണം സ്ഥാപിച്ചിരിക്കണം. ഓക്കെ, അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്. എന്താണ്? വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ട് ഓരോരുത്തർക്കും എന്താണ് ചുമതലകള് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ചുമതലകൾ കൊടുക്കുക. ഇത്രയും പ്രിപ്പയർനെസ് എങ്കിലും ആയിരിക്കണം ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടത്.
പ്രീ ഡിസാസ്റ്റർ ഫേസില്. ഓക്കെ, അത് മനസ്സിലായോ? ജസ്നോട് ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ജസ്ന ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ജസ്നയാണോ എനിക്കറിയാം. ജസ്നയാണോ? എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇൻസ്റ്റയില്. പേര് കണ്ടപ്പോ താനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, എന്നാൽ എ ബാച്ചിലായിരിക്കും. എ ബാച്ചിൽ കുറെ പേരുണ്ട് ഇൻസ്റ്റയിൽ ഫ്രണ്ട്സ്. ജസ്ന കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ജസ്നയാണ് എന്താ സോറി. ഇനി പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് നോക്കാം കേട്ടോ. പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ് അതായത് ഡിസാസ്റ്ററിന് മുന്നായിട്ട് കുറച്ച് പ്ലാനിങ് അല്ലെ, കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എന്താണ് ഓർഡർ ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഈ ഡിസാസ്റ്റർ ഫേസിലാണ് എന്ത് രൂപീകരിക്കുന്നത്? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഹോസ്പിറ്റലിൽ രൂപീകൃതമാകുന്നത്. ഫോർമേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഓക്കെ, അതിൽ ആരൊക്കെയായിരിക്കും മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരിക്കുക? മെമ്പേഴ്സ് ഇൻക്ലൂഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അതിലെ മെമ്പർ ആയിരിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളായിരിക്കും മെമ്പർ ആയിരിക്കും. മെമ്പേഴ്സ് ഫ്രം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡിലെ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ചീഫ് ഓർ ഹെഡ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. Then the chief or heads of various ancillary departments. മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആൻസിലറി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് അനുബന്ധ ഘടകങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അവിടെ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. Then the chief nursing superintendent or matron. ആരാണ് ഉണ്ടായിരിക്കുന്നത്? ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാട്രൺ ഉണ്ടായിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മെമ്പർ ഉണ്ടായിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മെമ്പർ ഉണ്ടായിരിക്കും. സ്റ്റോർ ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസ്. ലൈസൺ ഓഫീസ് എന്താണ്? പബ്ലിക് റിലേഷൻ ആയിട്ട്, അതായത് ഈ ദുരിതാശ്വാസങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആശ്വാസത്തിനും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതാണ്. എന്തായാലും പബ്ലിക് ഫണ്ടഡ് ഓഫീസ് ആണത്. റിലേഷൻ ഓഫീസ് ആണ് ലൈസൺ ഓഫീസ് എന്ന് പറയുന്നത് കേട്ടോ. The chief of security of the hospital. ഹോസ്പിറ്റൽ ചീഫ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ കിച്ചൺ, ഡയറ്ററി സർവീസസ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽ യൂണിയൻസ്. ഇത്രയും മെമ്പേഴ്സ് ആയിരിക്കും ഏത് കമ്മിറ്റിയിൽ ഉണ്ടാവുക? ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കുക. ഓക്കെ, ഈ പേരുകളൊക്കെ നോട്ട് ചെയ്യാം. ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെമ്പേഴ്സ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, ആൻസിലറി ഡിപ്പാർട്ട്മെന്റ്സ്, നഴ്സിംഗ് സൂപ്രണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോർസ് ആൻഡ് സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻ ആൻഡ് ലൈസൺ ഓഫീസ്, ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ, സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ കിച്ചൺ ഓർ ഡയറ്ററി സർവീസസ്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽ യൂണിയൻസ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സുകളായിരിക്കും, ഇത്രയും മെമ്പേഴ്സുകളായിരിക്കും ഈ കമ്മിറ്റിയിൽ അംഗമായിരിക്കുക. ഓക്കെ, യെസ്. Initiation of central command structure or incident command system. എന്താണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം? ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവങ്ങൾ അല്ലേ? ദുരന്തങ്ങളെയാണ് അവിടെ ഇൻസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഡിസാസ്റ്ററിനെയാണ് അവിടെ ഇൻസിഡന്റ് എന്നായി ഉദ്ദേശിക്കുന്നത്.
ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. എന്താണ് ICS? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അണ്ടർലൈൻ ചെയ്യാം ട്ടോ. Incident command system is a standardized approach to the command, control, and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. എന്താണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ, അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, അതിന്റെ ഘടനയാണ് എന്തിനുള്ളത്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിനുള്ളത് അല്ലെ? സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ ആണ്, ഇനീഷ്യൽ സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ ആണ് എന്തിനുള്ളത്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിനുള്ളത്. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഘടനയാണ് ICSനുള്ളത്. ഓക്കെ, ഇതൊരു അടിയന്തര പ്രതികരണത്തിന്റെ കമാൻഡ് ആണ്. ഇതൊരു അടിയന്തര പ്രതികരണത്തിന് വേണ്ടി ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? ഈ ICS പുറപ്പെടുവിക്കുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുന്നത്? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്ത് ICS എന്ന് പറയുന്നത്. അതിലാണ് എന്ത് തീരുമാനിക്കുന്നത്? കമാൻഡ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കമാൻഡ് എന്താണ്? നിർദ്ദേശങ്ങള്. ഏതൊക്കെ നിർദ്ദേശങ്ങള്? എങ്ങനെ കൺട്രോൾ ചെയ്യുക, എങ്ങനെ നിയന്ത്രിക്കുക, എങ്ങനെ അത് ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെ ഏകോപിപ്പിക്കുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു എമർജൻസി സംഭവം നടക്കുന്ന സമയത്ത് അല്ലെ, ഈ ICSന്റെ കമാൻഡ്സ്, ICSന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും അവിടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ, അതിൽ കമാൻഡ് ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്, അതിനെ ഏകോപിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻസ്. ഓക്കെ, അതൊരു ഹയറാർക്കിക്കൽ ഫോം ആയിരിക്കും, ഒരു ശ്രേണി രൂപത്തിലായിരിക്കും അത് തയ്യാറാക്കപ്പെടുന്നത്. നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരു ശ്രേണി രൂപത്തിലായിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇത്? ഒരു അടിയന്തര പ്രതികരണത്തിന്റെ കമാൻഡ് ആണ് എന്ത് ICS എന്ന് പറയുന്നത്. അതിനെ കോർഡിനേറ്റ് കമാൻഡ്, കോർഡിനേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നിവയ്ക്കുള്ള ഒരു സാധാരണ സമീപനമാണ് എന്ത് ICS എന്ന് പറയുന്നത്. ഇത് ഒന്നിലധികം ഏജൻസികളില്, ഒരു ഏജൻസിയിൽ മാത്രമല്ല ഒന്നിലധികം ഏജൻസികളിൽ നിന്നുള്ള പ്രതികരണക്കാർക്ക് ഫലപ്രദമായി കഴിയുന്ന ഒരു പൊതു ശ്രേണിയാണ്. അപ്പൊ ഈ കമാൻഡ് അനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിലെ എമർജൻസി സിറ്റുവേഷൻസിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഏജൻസീസ് അതിൽ ഇൻവോൾവഡ് ആയിരിക്കും. ഈ കമാൻഡ് നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഈ ICS പോലെ തന്നെ മറ്റൊന്നാണ് എന്ത് HICS. എന്താണ് HICS? അതായത് ഈ ICSന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു മാനേജ്മെന്റ് സിസ്റ്റമാണ് എന്ത് HICS എന്ന് പറയുന്നത്. ICSന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ തത്വങ്ങളെ, അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഇൻസിഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് എന്ത് HICS. HICS എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഇതൊരു സംഭവ മാനേജ്മെന്റ് സിസ്റ്റം ആണ് അല്ലെ. ഇൻസിഡന്റ് മാനേജ് സിസ്റ്റം ആണ് എന്ത് HICS എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാണ് പ്രവർത്തനങ്ങള്? which assist hospitals and healthcare organizations in improving their emergency managing planning, response and recovery capabilities for unplanned and planned events. അപ്പോൾ ഹോസ്പിറ്റലിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HICS മാനേജ്മെന്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ആശുപത്രികളിലെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെയും സഹായിക്കുന്നത് ഈ HICS ആണ്. ആശുപത്രികളെയും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും സഹായിക്കുന്നത് ആരാണ്? ഈ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതിലെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ്, അതായത് ICSന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ആശുപത്രികളെയും
ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ പ്ലാൻഡ് അല്ലാത്തതും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഇവന്റ്സിലൊക്കെ ഈ നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും അവര് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ അൺപ്ലാൻഡ് അല്ലാത്തത്, പ്ലാൻ ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടായിരിക്കും ഇവര് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ എമർജൻസി മാനേജ്മെന്റിന്റെ പ്ലാനിങ് നടത്തുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, റിക്കവർ ചെയ്യുന്നത്. ആ കാപ്പബിലിറ്റീസ് ഒക്കെ അവർക്ക് വരുന്നത് ആ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഓക്കെ, ICSന്റെ കമാൻഡ്, ICSന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ് HICSകൾ പ്രവർത്തിക്കുന്നത്. അത് ഹോസ്പിറ്റലിനെയും അതുപോലെ തന്നെ എന്താണ് മറ്റ് ഹെൽത്ത് ഓർഗനൈസേഷനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഭാഗം ക്ലാസ് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണേ. ഓക്കെ, ഇനി ഈ ഇൻസിഡന്റ് സ്റ്റാഫുകളും അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കുക. നമ്മളിപ്പോ ICS എന്ന് പറഞ്ഞില്ലേ, അതല്ല സ്റ്റാഫുകൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവർ നിർവഹിക്കുന്നതെന്ന് നോക്കുക. അപ്പൊ അതിൽ ഏതൊക്കെ സ്റ്റാഫുകളാണുള്ളത്? ഇൻസിഡന്റ് കമാൻഡർ ഫസ്റ്റ് സ്റ്റാഫാണ്. ഇൻസിഡന്റ് കമാൻഡർ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തായിരിക്കാം? എന്താണ് കൊടുത്തിരിക്കുന്നത്? വായിച്ചു നോക്കി. Manage all aspects of hospital participation in operating the disaster operation. എന്താണ് ചെയ്യുന്നത്? ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി എന്താണ്? മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ. ഹോസ്പിറ്റൽ എല്ലാ പാർട്ടിസിപ്പേഷനും, ഓപ്പറേഷൻസ് ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ടൈമിൽ എല്ലാവരും പാർട്ടിസിപ്പേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എല്ലാ നിർദ്ദേശങ്ങളും മാനേജ് ചെയ്യുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഓക്കെ, ഇൻസിഡന്റ് കമാൻഡർ ആണ് മാനേജ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റാഫാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസർ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫോർമേഷൻ, മെഡിക്കൽ ഓർ അതർവൈസ്. സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫോർമേഷൻ. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി എന്താണ്? എല്ലാ ഇൻഫർമേഷൻസിന്റെയും എല്ലാ വിവരങ്ങളുടെയും തന്നെ സർക്കുലേറ്റ് ചെയ്യുക. അല്ലെ, ഇപ്പൊ മെഡിക്കൽ വിവരങ്ങളായിക്കോട്ടെ മറ്റുള്ളവയായിക്കോട്ടെ, അതെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, എല്ലാ വിവരങ്ങളും സർക്കുലേറ്റ് ചെയ്യുന്ന, എല്ലാ ഇൻഫർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുന്നതാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, next is safety and security officer. Safety and security എന്തായിരിക്കും ആ ഡ്യൂട്ടി? operating and alerting all the security staff within the hospital and deploying them. എന്താണ്? സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഓഫീസറുടെ ഡ്യൂട്ടി എന്തായിരിക്കാം? സുരക്ഷിതത്വം ഓപ്പറേറ്റ് ചെയ്യുന്നതും അലേർട്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാക്കിയാൽ അലേർട്ടേഷൻ കൊടുക്കുകയാണ് അല്ലെ, ആ സൂചന കൊടുക്കുന്നതും സേഫ്റ്റി സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണത് അല്ലെ. ഹോസ്പിറ്റലില് അപായം ഉണ്ടായി കഴിഞ്ഞാല് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അപായം ഉണ്ടെന്ന് അറിയിക്കുന്നതും ആരായിരിക്കും? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ കണ്ണിലായിരിക്കും അത് ആദ്യം പെടുന്നത്. ഓക്കെ, okay, next liaison officer. Liaison officer's duty എന്താണ്? collaborate with the other agency due to the victim of NCI or disaster, providing rescue and relief. Liaison officer അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? collaborate with the other agencies to the victim of MCI. MCI എന്താണ് നമ്മൾ പഠിച്ചത്?
മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് അല്ലെ, മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് ഗുരുതരാവസ്ഥകൾ അല്ലെങ്കിൽ അപായം പറ്റിയ പേഷ്യൻസിനെ ആയിരിക്കും അവർക്ക് എത്രയും പെട്ടെന്ന് ദുരിതത്തിന് ഇരയായ പേഷ്യൻസിന് ഇരയായവർക്ക് എന്താണ് എല്ലാ ഏജൻസികളുമായിട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് അവർക്ക് ആവശ്യാനുസരണം എന്താണ് രക്ഷാപ്രവർത്തനവും ആശ്വാസവും നൽകുക എന്ന ഡ്യൂട്ടിയാണ് ലെയ്സൺ ഓഫീസർ ചെയ്യുന്നത്. അത് പബ്ലിക് റിലേഷൻ ഓഫീസറിനെ പോലെ തന്നെ ഒരു മറ്റൊരു ഡ്യൂട്ടിയാണ് അല്ലെ, പബ്ലിക്കിനെ കുറച്ച് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ലെയ്സൺ ഓഫീസർ ചെയ്യുന്നത്. മറ്റ് ഏജൻസീസുമായിട്ട് ഈ പേഷ്യൻസിനെ ഡിസാസ്റ്റർ സംഭവിച്ച പേഷ്യൻസിനെ കൊളാബറേറ്റ് ചെയ്യുകയും അവർക്ക് എന്താണ് ആവശ്യാനുസരണം അവർക്ക് രക്ഷാപ്രവർത്തനവും സപ്പോർട്ട് റിലീഫും ഒക്കെ കൊടുക്കുന്നതും ആരാണ്? ലെയ്സൺ ഓഫീസർ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സോഷ്യൽ വർക്ക് പോലെയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. നമ്മുടെ MSW വർക്കേഴ്സ് ഒക്കെ ആ ഒരു ഇതിൽ ഉൾപ്പെടുന്നതാണ്. സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കും, MSW വർക്കേഴ്സിൽ ഉണ്ടായിരിക്കും. പ്ലാനിംഗ് ചീഫ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പ്ലാനിംഗ് ചീഫ് റെസ്പോൺസിബിൾ ഫോർ മാൻ പവർ പ്ലാനിങ് അല്ലെ, നമ്മള് എമർജൻസി പഠിച്ചിട്ടുണ്ട് വിഭവങ്ങളുടെ പ്ലാനിങ് അല്ലെ, ഏതൊക്കെ സ്റ്റാഫുകൾ എവിടേക്ക് നിയമിക്കണമെന്നൊക്കെ കൃത്യമായി ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് പ്ലാനിംഗ് ചീഫ് ഹെഡ് ആയിരിക്കും. റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിങ്. നെക്സ്റ്റ്, ഓപ്പറേഷൻ ചീഫ്. ഓപ്പറേഷൻ ചീഫ് എന്താണ്? Complete in charge of all patient care activities. Complete in charge of all patient care activities. എല്ലാ patient കെയറിന്റെ patient care നോക്കുന്ന എല്ലാ patient care ആക്ടിവിറ്റീസും in charge ഉള്ളത് ആർക്കായിരിക്കും? Complete in charge ഉള്ളത് ഓപ്പറേഷൻ ചീഫിനായിരിക്കും. ഓപ്പറേഷൻസ് ചീഫിനാണ് എല്ലാ പേഷ്യൻസ് കെയറും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാ പേഷ്യൻസിന്റെ നോക്കുന്നത് അദ്ദേഹമായിരിക്കും. ലോജിസ്റ്റിക് ചീഫ്. Logistic chief in charge of all support services of the hospital. In charge of all support services of the hospital. ചീഫിന്റെ ഉത്തരവാദിത്വം എന്താണ്? എല്ലാ സഹായ സേവനങ്ങളും എല്ലാ സപ്പോർട്ട് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ഇൻചാർജസ് ആർക്കാണ്? ലോജിസ്റ്റിക് ചീഫിനായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഓഫീസറാണ് ഫിനാൻസ് ഓഫീസർ. ഫിനാൻസ് ഓഫീസർ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം അല്ലെ, ഇറ്റ്സ് അക്കൗണ്ടബിൾ ഫോർ അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്സ് ആൻഡ് ക്ലിയർ ദ വേ ഫോർ എമർജൻസി പർച്ചേസസ്. ഫിനാൻസ് ഓഫീസർ എന്തായിരിക്കും ചെയ്യുന്നത്? എമർജൻസി ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ, അതായത് അനുവദിച്ച എല്ലാ എമർജൻസി സിറ്റുവേഷൻസിൽ ഫണ്ട് അല്ലെ പണം അനുവദിച്ചു കൊടുക്കുന്നതും എന്തെങ്കിലും അടിയന്തര സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എന്താണ് വാങ്ങലുകളോ അല്ലെങ്കിൽ എമർജൻസി പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടിയന്തര സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിനുള്ള ഫണ്ട്സുകളൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ആരായിരിക്കാം? ഫിനാൻഷ്യൽ ഓഫീസർ. ഇപ്പൊ എന്തെങ്കിലും സപ്ലൈസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവൈലബിൾ ഇല്ലെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങിക്കണമൊക്കെ എന്താണ് അപ്പൊ അതിന് ഫണ്ട് അനുവദിക്കേണ്ടത് ആരായിരിക്കും? ഫിനാൻസ് ഓഫീസർ ആയിരിക്കും. ഓക്കെ, അടിയന്തര ഘട്ടങ്ങളിൽ. അപ്പൊ ആരൊക്കെയാണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ? ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ്? ഇൻസിഡന്റ് കമാൻഡർ എന്താ ചെയ്യുന്നത്? ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി എന്താണ്? manage all aspects of hospital participation. ഹോസ്പിറ്റലിലെ എല്ലാ പാർട്ടിസിപ്പേഷൻസും മാനേജ് ചെയ്യുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. പബ്ലിക് റിലേഷൻ ഓഫീസർ എന്താ ചെയ്യുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർ ടൈപ്പ് ചെയ്യണ്ട, നിങ്ങളൊന്നും പറഞ്ഞേ, ടൈപ്പ് ചെയ്യാൻ പറഞ്ഞേ.
പറഞ്ഞേ. All information circulation ചെയ്യും. എല്ലാ ഇൻഫർമേഷൻസും സർക്കുലേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്? Medical and otherwise. Okay. Next. Safety and security officer എന്താ ചെയ്യുന്നത്? ആശുപത്രിയിൽ എല്ലാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു അല്ലെ? എല്ലാ സുരക്ഷിതത്വവും, അതായത് ഓപ്പറേറ്റിംഗ് ആൻഡ് അലേർട്ടിംഗ് ദ സെക്യൂരിറ്റി സ്റ്റാഫ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഡിപ്ലോയിങ് ദം അല്ലെ? ആശുപത്രിയിൽ എല്ലാ എന്തെങ്കിലും അപായങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അലേർട്ടേഷൻ കൊടുക്കുന്നതും ആരായിരിക്കും? സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആയിരിക്കും. ലൈസൺ ഓഫീസർ എന്താ ചെയ്യുന്നത്? ലൈസൺ അതർ ഏജൻസീസിനെ കൊളാബറേറ്റ് ചെയ്യുകയും പിന്നെ ഡയാസിസ് സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ രക്ഷാപ്രവർത്തനം നടത്തുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആരാ പറഞ്ഞേ? ജസ്ന. ജസ്നയുടെ ശബ്ദമാണത്. മിസ് പനിയും ചുമ ഒക്കെ, ചെവിയൊക്കെ വേദന എടുത്തിരിക്കുക. ആണോ? അന്ന് പറയാനുള്ളൂ. Okay. Next, planning chief. Planning chief എന്താണ്? Responsible for the manpower planning. Then operation chief എന്താ ചെയ്യുന്നത്? Complete in charge of all patient care activities. Then logistics chiefന്റെ duty എന്താണ്? In charge of all support services of the hospital. Okay. Then finance officer is accountable for allocation of emergency funds and clear the way for emergency purchases. Okay. അപ്പോൾ ഇത്രയും സ്റ്റാഫുകളും അവർ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്, എക്സലന്റ് സ്റ്റാഫുകൾ. ഇത് ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. Preparation of job cards. Okay. Preparation of job cards. Each and every position in the organizational chart. ജോബ് കാർഡുകൾ തയ്യാറാണ്. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ച് ഓരോരുത്തർക്ക് ജോബ് കാർഡുകളാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കിയേ. Each and every position in the organizational chart. ഓർഗനൈസേഷൻ ചാർട്ടിലെ ഓരോ സ്ഥാനത്തിനനുസരിച്ചിട്ടായിരിക്കും അല്ലെ, ഓരോ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്ക് എന്ത് കൊടുക്കുന്നത്? ജോബ് കാർഡ് കൊടുക്കുന്നത്. അവരുടെ പൊസിഷൻ ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ജോബ് കാർഡ് കൊടുക്കുന്നത്. അത് ICS ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അനുസരിച്ചിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. ഓക്കെ. ഇനി കോംപ്രഹെൻസീവ് സ്റ്റോർ സേഫ്ലി ഇൻ ഡിസാസ്റ്റർ മാനുവൽ കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. എന്താണ്? സമഗ്രമായിട്ടും സുരക്ഷിതമായിട്ടും ഒരു ഡിസാസ്റ്റർ മാനുവൽ ഉണ്ടാവും അല്ലെ, നിർദ്ദേശങ്ങൾ അടങ്ങിയ കുറച്ച് മാനുവൽ ഉണ്ടായിരിക്കും. അത് എന്താണ്? കളർ കോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഓരോ സിറ്റുവേഷനിലും ഓരോ കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കാർഡിയാക് അറ്റാക്ക് വരുന്ന സമയത്ത് അതിന്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ബ്ലൂ കളർ ആയിരിക്കും അല്ലെ. അതുപോലെ പേഷ്യന്റ് മിസ്സിംഗ് ആവുന്ന സമയത്ത് പിങ്ക് കളർ ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഓരോ കളർ കോഡ് അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസസ് അത് കൊടുക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ജോബ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. കളർ കോഡ് അനുസരിച്ച് ലാമിനേറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ടുള്ള രീതിയിൽ ഒരു കാർഡ് കൊടുക്കുന്നത്, ഡിസാസ്റ്റർ മാനുവൽ അടങ്ങിയത്. പിന്നെ
in all areas related with the emergency management plan. അതായത് എമർജൻസി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്ലാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എന്തായിരിക്കും ജോബ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യും. അതായത് എമർജൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് മാനേജ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എന്തായിരിക്കും ജോബ് കാർഡ്സ് പ്രിപ്പയർ ചെയ്യും. Then checklist of instructions for the key individuals. Checklist of instruction for the key individuals. എന്താണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരിക്കും അല്ലെ. പ്രധാനപ്പെട്ട കീ ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെ. അവർക്ക് എന്താണ് പ്രധാന വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ഓക്കെ, പ്രധാന വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, then information needed for the individual. എന്താണ് വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കും. ജോബ് കാർഡ്സ് എന്തായിരിക്കും ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. then color coded for the different categories of staff. color coded for the different categories of staff. എന്നാൽ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കായിട്ട് എന്താണ് കളർ കോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കായിട്ട് കളർ കോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ് ഇപ്പൊ എന്തിനാണ് ഈച്ച് ആൻഡ് എവറി പൊസിഷനിലേക്ക് ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെ. ഓർഗനൈസേഷൻ ചാർട്ടിലെ ഓരോ സ്ഥാനത്തിനനുസരിച്ച് പൊസിഷൻസ് അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ജോബ് കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയുള്ളതായിരിക്കും കോംപ്രഹെൻസീവ് സ്റ്റോർ സേഫ്ലി, അതായത് സമഗ്രവുമായിട്ടായിരിക്കും സുരക്ഷിതവുമായിട്ടായിരിക്കും കളർ കോഡഡ്. ദുരന്ത മാനുവലില് അതായത് ഡിസാസ്റ്റർ മാനുവൽ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങള് കളർ കോഡഡ് ആയിട്ടായിരിക്കും അവർക്ക് ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. Then in all areas related with emergency management plan. എമർജൻസി മാനേജ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ജോബ് കാർഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എമർജൻസി പ്ലാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ജോബ് കാർഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. Then checklist of instruction for the key individuals. Checklist of instruction for the key individuals. എന്താണ് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അല്ലെ. പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് എന്താണ് നിർദ്ദേശങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. Then information needed for the individual. വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് അതിലടങ്ങിയിട്ടുണ്ടായിരിക്കും. Then color coded for different categories of staff. വിവിധ വിഭാഗങ്ങളിലെ പല കാറ്റഗറീസിലുള്ള ആൾക്കാരുണ്ടാവില്ല. വിഭാഗങ്ങളിലെ ജീവനക്കാർക്കായിട്ട് കളർ കോഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സിൽ വരുന്നത്. ഇനി പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. ഏതൊക്കെ ഏരിയാസിലാണ് ഈ തന്നിരിക്കുന്ന പ്ലാൻസ് ആക്ടിവേറ്റഡ് ആക്കിയത്, എമർജൻസി പ്ലാൻ ആക്ടിവേറ്റഡ് ആക്കേണ്ടത് ഏതൊക്കെ ഏരിയാസിലാണ്? ഓക്കെ, ഹോസ്പിറ്റലിൽ ഏതൊക്കെ വിഭാഗങ്ങളിലായിരിക്കും അത്? കമാൻഡ് സെന്ററിലേക്ക് കൊടുക്കും അല്ലെ. കമാൻഡ് സെന്റർ ആശുപത്രിയുടെ വിവിധ മേഖലകള് സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമാൻഡ്സ് ഓരോ ഏരിയാസ് അത് ഡിനോട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലെന്താണ് വരുന്നത്? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്. കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ പേജിങ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങള്, ഹോട്ട്ലൈൻ ഏരിയ അതായത് എമർജൻസിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഇൻസിഡന്റ് നടക്കുന്ന പ്ലേസസുമായി ബന്ധപ്പെട്ട് വരുന്ന ഹോട്ട്ലൈൻ ഏരിയാസ് ഉണ്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ടെലിഫോൺ എക്സ്ചേഞ്ച്, അത്തരം ആ ഒരു പ്ലേസസിലേക്ക് എന്താണ് പ്ലാൻ ആക്ടിവേഷൻ കൊടുക്കുന്നു. സെക്യൂരിറ്റി ഓഫീസ് ഓർ പോലീസ് പിക്കറ്റ്, എന്താണ് സെക്യൂരിറ്റി ഓഫീസിലും പോലീസ് പിക്കറ്റിലും എന്താണ് പ്ലാൻ ആക്ടിവേഷൻ കൊടുത്തിരിക്കും. റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ അല്ലെ. റിസപ്ഷൻ ഏരിയയിലും ട്രയേജ് ഏരിയാസിലും എന്താണ് പ്ലാൻ ആക്ടിവേഷൻ ഉണ്ടായിരിക്കും. ഡീകൺടാമിനേഷൻ ഏരിയ ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ എന്താണ് ഡീകൺടാമിനേഷൻ ഏരിയ വിമുക്തമാക്കുന്ന ഏരിയയിൽ എന്തായിരിക്കും പ്ലാൻ ആക്ടിവേഷൻ ആവശ്യമായി വന്നേക്കാം.
Then minor treatment areas. എന്താണ് മൈനർ? ചെറിയ ചികിത്സാ മേഖലകൾ ഉണ്ടായിരിക്കും ആശുപത്രിയിൽ അല്ലെ. ആ ചെറിയ ചികിത്സാ മേഖലകളിൽ എന്തായിരിക്കും പ്ലാൻ ആക്ടിവേഷൻസ് കൊടുക്കാം. Then acute area care. acute care area, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എന്താണ് അവിടെ പ്ലാൻ ആക്ടിവേഷന്റെ ആവശ്യം വന്നേക്കാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് പ്ലാൻ ആക്ടിവേഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിറ്റ് കെയർ ഏരിയാസ്, OTs വാർഡ്സ്. ഡെഫിനിറ്റ് കെയർ ഏരിയാസ് ഏതാണ്? ഓപ്പറേഷൻ തിയേറ്റർ വാർഡ്സുകൾ അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ വാർഡ്സുകള്. പിന്നെന്താണ് OT ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ, OT ആണ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, ഡെഫിനിറ്റ് കെയർ ഏരിയാസ്, OTs ആൻഡ് വാർഡ്സ്. Intensive treatment area and activation of high dependency units. Intensive treatment area എന്ന് പറയുന്നത് എന്താണ്? ICU അല്ലെ. ICUലും എന്തായിരിക്കും പ്ലാൻ ആക്ടിവേഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഹൈ ഡിപെൻഡൻസി യൂണിറ്റ്സുകളായിരിക്കും അവിടെ ആവശ്യമായി വന്നേക്കുന്നത്. മോർച്ചറി. മോർച്ചറിയില് അലർട്ടേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മോർച്ചറികൾ ഉൾപ്പെടുന്നത് നമുക്കറിയാം, ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിക്കും അല്ലെ. അപ്പോ ഇത് പേഷ്യൻസിനെ അല്ലെങ്കിൽ ഡെഡ് ബോഡിയൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് അല്ലെ, ഒന്നോ രണ്ടോ പേരായിരിക്കില്ലല്ലോ, ഒരുപാട് പേരൊക്കെ മരണപ്പെട്ടെന്നിരിക്കും. അപ്പോ ഡെഡ് ബോഡീസൊക്കെ എത്രയും പെട്ടെന്ന് മോർച്ചറിയിലേക്ക് മാറ്റപ്പെടുന്നത്, എത്രയും വേഗം ഒരിക്കലും അത് മാറ്റപ്പെടുന്നത്. അപ്പോ ആ മോർച്ചറിയിൽ പ്ലാൻ ആക്ടിവേഷൻ ഉണ്ടായിരിക്കണം. അത് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അല്ലെ. ഓക്കെ, ആരുമില്ലാത്ത അനാഥമായിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ടായിരിക്കും, റിലേറ്റീവ്സ് വരുന്നത് വരെ എന്താണ് അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റലിലുണ്ട് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്നായിരിക്കും ആ ബോഡീസ് ഒക്കെ മാറ്റുന്നത്. Then holding area of relatives or not injured. അടുത്ത ഏത് ഏരിയയിലാണ് ആക്ടിവേഷൻ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് അല്ലെ, വെയിറ്റിംഗ് ഏരിയാസ്, നോൺ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഏരിയാസിലും പ്ലാൻ ആക്ടിവേഷൻ ചെയ്യണം. Then area for holding media briefings. എന്താണ് മീഡിയ ബ്രീഫിംഗ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്. നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ, മാധ്യമ സമ്മേളനങ്ങളൊക്കെ നടത്താനായിട്ടൊരു പ്ലേസ് ഉണ്ടായിരിക്കും അല്ലെ. അവിടെ പ്ലാൻ ആക്ടിവേഷൻ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ നമ്മള് ന്യൂസിൽ ഇപ്പൊ വയനാട് ദുരന്തമൊക്കെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്താണ് മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പൊ അവർക്കായിട്ട് തന്നെ ഒരു സ്പേസസ് അവിടെ ഉണ്ടായിരിക്കും. അവർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് അവരെ പുറപ്പെടുവിക്കുന്നത്, നമുക്ക് കൃത്യമായിട്ട് അവർ എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഏരിയാസ് കൂടി അവിടെ ഉണ്ടായിരിക്കും. ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്, അതായത് മാധ്യമ സമ്മേളനങ്ങൾ നടത്തുന്നതിന് ഒരു പ്ലേസ് ഉണ്ടായിരിക്കും, അവിടെയും പ്ലാൻ ആക്ടിവേറ്റ് ഉണ്ടായിരിക്കും. അടുത്തത് ഏരിയ ഫോർ keeping patients in case a part of the hospital is evacuated. Area of keeping patients in case a part of the hospital is evacuated. And then place ആയിരിക്കും. അതായത് ഇപ്പൊ ഒഴിഞ്ഞു പോകുന്ന പേഷ്യൻസ് ഉണ്ടാകുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതായത് ആശുപത്രിയുടെ ഒരു ഭാഗം ഒഴിപ്പിച്ചാൽ എന്താണ് ആ രോഗികളെ നമുക്ക് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ കുറച്ച് പേഷ്യൻസിൽ നിന്ന് മാറ്റുന്നതനുസരിച്ച് അവിടെ സ്പേസ് ഇങ്ങനെ എന്താണ് ഒഴിഞ്ഞു വരും. അങ്ങനെയുള്ള സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ഒരു പ്ലാൻ ആക്ടിവേഷൻ കൊടുത്തിരിക്കും. ഇത്രയും ഇപ്പൊ ബെഡൊക്കെ തികയാതെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ബെഡൊക്കെ തികയാതെ സമയത്ത് വരുന്നത് എന്താണ് നമ്മളെ വെയിറ്റിംഗ് ഏരിയാസിൽ കൂടി എന്താണ് അവിടെയുള്ള വെയിറ്റിംഗ് റിലേറ്റീവ്സിനെയൊക്കെ മാറ്റി ആ ഒരു ഏരിയ പോലും എന്താണ് ഒരു വാർഡാക്കി മാറ്റാനായിട്ട് എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്പിറ്റൽ അങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ അത് പറയുന്നുണ്ട് ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അതായത് അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ബെഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെ. ബെഡ് ഉണ്ടാവില്ല എല്ലാ പേഷ്യൻസിനും അല്ലെ. ചിലർ താഴെയും സൈഡിലൊക്കെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലെ. അതെന്തുകൊണ്ടാണ്? ബെഡ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. ഒരുപാട് പേഷ്യൻസ് വരുന്ന സമയത്ത് റിസോഴ്സസ് അവൈലബിൾ അല്ലെങ്കിൽ എന്താണ് ബെഡ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ബെഡ് കിട്ടുന്നതിന് വരെ ബെഡ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കുറച്ച് കാര്യമാണ് എന്ത്? ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. എന്താ ചെയ്യുന്നത്?
ഡിസ്ചാർജ് എലക്ടീവ് കേസസ് അല്ലെ, ഒരുവിധം മെച്ചമുള്ള രോഗികളെയൊക്കെ എന്താണ് എലക്ടീവ് ആയിട്ടുള്ള കേസുകൾ ഡിസ്ചാർജ് ചെയ്യുന്നു. ദെൻ ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്, കുറച്ച് സ്റ്റേബിളും കുറച്ച് റിക്കവർ ആയിട്ട് വരുന്ന പേഷ്യൻസിന് എന്താണ് അപ്പൊ തന്നെ പറഞ്ഞു വിടുക, ഡിസ്ചാർജും ചെയ്ത് വിടുക. ദെൻ സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. പിന്നെ എന്താ ചെയ്യുന്നത്, നോൺ എമർജൻസി അല്ലാത്ത പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നില്ല, അവരെ പരിശോധിച്ചതിന് ശേഷം അവരെ തിരികെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും എന്താണ് അവിടെ ബെഡ് ഒഴിവായി വരുന്നത്. Change waiting of non-patient care areas into makes shift wards. എന്താണ് വെയിറ്റിംഗ് ഏരിയാസ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഒക്കെ എന്താക്കി മാറ്റുന്നു, വാർഡുകളാക്കി മാറ്റുന്നു. അവിടെയൊക്കെ ബെഡ്സ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ട് വാർഡുകളാക്കി മാറ്റുന്നു വെയിറ്റിംഗ് ഏരിയാസും മറ്റ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഒക്കെ എന്താണ് വാർഡാക്കി മാറ്റുന്നു. Then planning of public information and liaison. എന്താണ് മറ്റു പൊതുവിവരങ്ങളും മറ്റ് ആശയവിനിമയങ്ങളൊക്കെ നടത്തി ആസൂത്രണം ചെയ്തിട്ടായിരിക്കും എന്താ ആ ബെഡിന്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് കൃത്യമായ ഒരു പബ്ലിക് ഇൻഫർമേഷൻ പ്ലാനിങ് അവിടെ എന്താണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ലേറ്റ്സ് എന്താണെന്ന് പറഞ്ഞത്, ദുരിതാശ്വാസ സമയത്ത് ആശ്വാസവും സപ്പോർട്ടും സംരക്ഷണവും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ലൈസൺ ഓഫീസേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവര് വ്യക്തമായ ഇൻഫർമേഷൻസും പ്ലാനിങ്ങും ഒക്കെ ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ബെഡ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് എമർജൻസി സിറ്റുവേഷൻസിൽ പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്ലാനിങ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. എന്താണ് അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രികളുടെ സുരക്ഷയ്ക്കായിട്ട് ചില പ്രത്യേക രീതിയിലുള്ള എന്താണ് പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് ഓഫ് സെക്യൂരിറ്റി, ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വ്യക്തമായ രീതിയിൽ പ്ലാനിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ബെഡ് കപ്പാസിറ്റി ഇല്ലാത്ത ടൈമില് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളായിരിക്കും ഹോസ്പിറ്റൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഡിസ്ചാർജ് എലക്ടീവ് കേസസ് അല്ലെ, ഇത് മെച്ചമായിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേബിളും റിക്കവറായി വരുന്ന പേഷ്യൻസിനെയും എന്താണ് ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു. ദെൻ നോൺ എമർജൻസി പേഷ്യൻസിനൊന്നും അഡ്മിറ്റ് ചെയ്യില്ല അല്ലെ, അവിടെ എന്താണ് എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നോൺ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യില്ല. പിന്നെ വെയിറ്റിംഗ് ഏരിയാസും മറ്റ് നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഒക്കെ എന്താക്കി മാറ്റുന്നു, വാർഡുകളാക്കി മാറ്റാണ് അല്ലെ, വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് വാർഡുകളാക്കി മാറ്റുന്നു. അതായത് ഡിസാസ്റ്റർ സംഭവിച്ച പേഷ്യൻസിനെ എന്താണ് ആ വാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വെയിറ്റിംഗ് ഏരിയാസ് ഒക്കെ മാറ്റി വാർഡുകളാക്കി മാറ്റുന്നത്. വ്യക്തമായിട്ടൊരു പൊതുവിവരണങ്ങളും ആശയവിനിമയങ്ങളും അടങ്ങുന്ന കുറച്ച് പ്ലാനുകളൊക്കെ കൃത്യമായിട്ട് അവിടെ തയ്യാറാക്കപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് എമർജൻസി സിറ്റുവേഷൻസിന് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാൻസ് കൂടി അവിടെ തീരുമാനിക്കപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എമർജൻസി സിറ്റുവേഷൻ ആശുപത്രികള് നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഏരിയാസിലാണ് പ്ലാൻ ആക്ടിവേഷൻ വരുന്നത്, ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഏരിയാസിലാണ് പറഞ്ഞേ? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്. കമ്മ്യൂണിക്കേഷൻ ഓഫീസിലാണ് പേജിംഗ്, ഹോട്ട്ലൈൻ ഏരിയ, അതുപോലെ തന്നെ എന്താണ് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, വിവരങ്ങളൊക്കെ കൈമാറുന്നതിന് വേണ്ടിയിട്ട്. ദെൻ സെക്യൂരിറ്റി ഓഫീസ്, പോലീസ് പിക്കറ്റ്, റിസപ്ഷൻ ഏരിയ, ട്രയൽസ് ഏരിയ, decontamination area, minor treatment areas, acute care areas, എന്താണ് definite care areas. Definite care area എന്തൊക്കെയാണ്? OT അല്ലെ, OT, operation theaters and wards. Then intensive treatment area, ICU departments അവിടെ എങ്ങനെയായിരിക്കണം, ഹൈ ഡിപെൻഡൻസി യൂണിറ്റുകളായിരിക്കണം. Then mortuary, holding area for relatives of non-injured, area for holding media briefings, the area for keeping patients in case a part of the hospital is evacuated. Okay.
Increase bed capacity in times of emergencies. Discharge elective cases. Discharge elective cases. Then discharge stable recovering patients. Then stop admitting non-emergency patients. Change waiting or non-patient care areas into makeshift wards. Then planning of public information analyzer. Then planning of security of hospitals in emergency situation. Okay. എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി 3 ചാപ്റ്റർ കൂടി ഉണ്ട് കേട്ടോ. ഞാൻ 2 ഉള്ളൂ വിചാരിച്ച 3 കൂടി ഉണ്ട് എടുക്കാൻ. 13 plan for security hospitals. അടിയന്തര സാഹചര്യങ്ങളില് ആശുപത്രികളെ സുരക്ഷയ്ക്കായിട്ട് സോറി അതല്ലേ ഏരിയാസ് 13 അല്ലേ? അതായത് പേഷ്യൻസിനെ ഒഴിപ്പിക്കുന്ന കുറച്ച് ഇവാക്യുവേറ്റ് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കില്ലേ? ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യൻസ് കേസ് പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് കുറച്ച് പേഷ്യൻസ് പോകുന്നതിനനുസരിച്ച് അവിടെ പേഷ്യൻസ് പോയി എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം അല്ലെ? അതിനനുസരിച്ചായിരിക്കും മറ്റു പേഷ്യൻസിനെ നമ്മൾ ആ ഇവാക്യുവേറ്റ് ചെയ്ത പേഷ്യൻസിനെ നമ്മൾ മാറ്റിയതിനനുസരിച്ച് പേഷ്യൻസ് പോയി എന്ന് പറയുമ്പോഴാണ് ബാക്കിയുള്ള പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഓക്കെ, ആ ഒരു ഏരിയയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആശുപത്രിയുടെ ഒരു ഭാഗം ഒഴിപ്പിച്ചാല് എന്താണ് രോഗികളെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഏരിയാസ് അങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരിക്കും പേഷ്യൻസിന് വേണ്ടി മാത്രമായിട്ട്. വാർഡൊന്നും ആയിരിക്കില്ല, ഇതിലല്ലാത്തൊരു ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഏരിയാസിലും പ്ലാനുകൾ ആക്ടിവേറ്റഡ് ആയിരിക്കും. അതെപ്പോ വേണമെങ്കിലും ആവശ്യമായി വന്നേക്കാവുന്ന കുറച്ച് പ്ലേസസ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്തായിരിക്കും പേഷ്യൻസിനെ മാറ്റി വരുന്ന പേഷ്യൻസിനെ ഇങ്ങനെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, അതായത് ആശുപത്രിയുടെ ഒരു ഭാഗം ഒഴിപ്പിച്ചാല് മറ്റ് രോഗികളെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലം. ഓക്കെ, ഓക്കെ, അടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. താങ്ക് യു.